ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് സൺഡേ എന്നെ കൊണ്ട് ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് കരുതിയായിട്ട് ഇങ്ങനെ ഇറങ്ങിയിരുന്നു കേട്ടോ. പിന്നെ പാറപ്പള്ളിക്കാണ് കേട്ടോ പോണത്. പിന്നെ കോഴിക്കോട് ബീച്ചൊക്കെ ഒന്ന് കാണണം ഒക്കെ അങ്ങനെയൊക്കെ വിചാരിച്ചാണ് ഇറങ്ങേണ്ടത്. എവിടെ എത്തും എന്ന് അറിയില്ല കേട്ടോ. ഇൻഷാ അല്ലാ നോക്കാം നമുക്ക്. അങ്ങനെ ഇതാ യായി കേട്ടോ ബസ്സിൻ്റെ മുന്നിലിരുന്ന് അങ്ങനെ ഓനിഷ്ടമായി വണ്ടിയിൽ ഇങ്ങനെ വണ്ടി ഭ്രാന്തനാണ് കേട്ടോ. എന്താ പറയുക, വണ്ടി എത്ര കണ്ടാലും വണ്ടി ഇങ്ങനെ അത് വേണം വാങ്ങിക്കൽ കാണാനുണ്ടാവില്ല ഒരു ത്വര, അതാണ് കേട്ടോ. എന്നിട്ട് ബാക്കത്തെ സീറ്റിൽ നിന്നൊക്കെ പോയിട്ട് ഈ മുന്നിൽ ഇവിടെ വന്ന് ഇരിക്കുന്നു. ഡ്രൈവറോട് കുറേ സംസാരിച്ച് ഡ്രൈവർക്ക് ഇന്ന് നല്ല സന്തോഷമായിട്ട് ഡ്രൈവർ പറഞ്ഞല്ലേ ചെയ്ത് ചെയ്തിപ്പം അല്ലെങ്കിൽ ആകെപ്പാടൊരു എന്താ പറയുക ഇതാണ് ഗതികേടാണ്. ഇന്നിപ്പോൾ നല്ല സമയം പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഡ്രൈവറും ഡ്രൈവറോടും എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ ഫൈനലി ഞങ്ങളിതാ പാറപ്പള്ളിയിലെത്തിട്ടോ. പാറപ്പള്ളി പ്രവേശന ഇതാട്ടോ നിങ്ങളത് കണ്ടത്. അങ്ങനെ ഇതാ അവിടെ എത്തി. പിന്നെ സിയാർത്തൊക്കെ ചെയ്ത് പിന്നെ അവിടുന്ന് ഊറൊക്കെ നിസ്കരിച്ച് ഉച്ച സമയമായിട്ട് അവിടെ എത്തിയപ്പോൾ ഊറ് ബാങ്ക് കൊടുത്തിരുന്നു. പിന്നെ അവിടെ നിന്ന് നിസ്കരിച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ യാർത്തിങ്ങൽ ഇങ്ങനെയൊക്കെ പോയി അങ്ങനെ കണ്ട് ഒരുപാട്. പിന്നെ അവിടെ നിന്ന് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. നമ്മൾ പിന്നെ ഖബർസ്ഥാനിൻ്റെ അവിടെ നിന്നൊക്കെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് ആ ഒരു ഇതല്ലേ, എന്താ മനസ്സിനൊരു എടുക്കണമെന്നുണ്ട് കേട്ടോ. എന്താ അറിയില്ല, എനിക്ക് കഴിഞ്ഞില്ല കേട്ടോ, ഞാൻ എടുത്തില്ല. അപ്പോൾ ഇതാ മക്കളൊക്കെ നല്ല കളിയിലാണ് കേട്ടോ. ബീച്ച് കണ്ടാൽ പിന്നെ നോക്കണ്ട. ഈ ധുവമോളൊക്കെ ഹാൻഡിൽ നോക്കിക്കണേ, നല്ല കളി. പക്ഷെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. നമ്മളെ കോഴിക്കോട് ബീച്ചൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ മിഠായി കവർ അങ്ങനെ ഒരുപാട് ഇതുണ്ടാവുമല്ലോ. അവർ പറഞ്ഞിട്ടും കാര്യമില്ല, ഒരുപാട് ആൾക്കാരുണ്ടാവും. പിന്നെ അത്ര ആളുകൾ ഉണ്ടാവില്ലല്ലോ. പിന്നെ നല്ല പാറപ്പള്ളി എന്ന് പറഞ്ഞ വെറുതല്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇവിടെ പോകുന്നത്. നിറയെ പാറകളാണ് കേട്ടോ. നല്ല വ്യൂ ആട്ടോ, നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. എന്താ കടപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുക. പക്ഷേ ഞങ്ങൾ സമയം ഒരു മണി 1:30 കഴിഞ്ഞിട്ട് ഈ സമയത്താട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. ആ സമയത്ത് നല്ല വെയിലാണ് കേട്ടോ. എന്താ പറയുക, വെയിലുണ്ടായാലും നമ്മൾ പാറമല കുറച്ച് നേരമൊക്കെ ഇരുന്നു. പക്ഷേ എന്താ അറിയുക, എനിക്ക് തല ഇങ്ങനെ ഭയങ്കര തലവേദന, മൂർത്താ കുത്തി പറിക്കുക അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ ഇവിടുന്ന് ഈ തണലത്തേക്ക് ഇങ്ങനെ വന്നിരുന്നു കേട്ടോ. ഇവിടുത്തെ ഉച്ച സമയമായിട്ട് ഇവിടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ, എന്താ പറയുക ഉപ്പിലിട്ടത് അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ വാങ്ങിച്ചു കഴിച്ചു. അങ്ങനെ ഇത് അടിപൊളി കാഴ്ചകൾ, ഇരിക്കാൻ പറ്റിയ സ്ഥലം അങ്ങനെ ഉണ്ടാവുമല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ നമ്മളുടെ ഒരുപാട് ഫുഡ് കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഓര് പറഞ്ഞ് എന്തായാലും ഫുഡ് കഴിക്കാൻ ഞങ്ങൾ പോലെ ആദ്യം പ്രാവശ്യം വന്നപ്പോൾ ഇതുപോലെ ഫുഡൊന്നും കൊണ്ടുവരാതെ ഇരുന്ന് വന്നിന്. അപ്പോൾ പിന്നെ ഇവിടെയൊക്കെ കാഴ്ച കണ്ട് പിന്നെ അവിടെ പുറത്ത് പോയി ഫുഡ് വാങ്ങി കഴിച്ച് പിന്നെ ഉള്ളിലേക്ക് വരാനൊന്നും കഴിയില്ല, കുറച്ചിട്ട് പണിയാണല്ലോ. അപ്പോൾ ഫുഡ് കൊണ്ടുവന്ന് അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കഴിച്ച് കൈയൊക്കെ കഴുകി കുറച്ച് നേരം കുത്തിയിരുന്ന് അങ്ങനെ പോവാട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ ഫസ്റ്റ് ടൈം വരുന്നവർക്ക് അങ്ങനെ അറിയില്ല, ഫുഡൊന്നും കൊണ്ടുവരാതെ വരുന്നവർക്ക്. പക്ഷെ പുറത്തുണ്ട് കേട്ടോ. പക്ഷേ ഫുഡ് കഴിച്ച് കയറുന്നവർക്ക് കുഴപ്പമില്ല. അല്ലാതെ പിന്നെ നമ്മൾ ഉള്ളിൽ കയറി രണ്ടാമത് പിന്നെ ഫുഡ് പോയി കഴിച്ചിട്ട് ഇങ്ങോട്ട് വരല് നടക്കൂല കേട്ടോ. നടക്കൂല എന്നല്ല, കുറച്ച് പണിയാണ്. അതുകൊണ്ട് അതിന് വല്ല ആരും മെനക്കെടൂല. പിന്നെ നമ്മൾ ഫുഡൊന്നും കൊണ്ടുപോയില്ലായിരുന്നു കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമല്ലേ പോണത്. അപ്പോൾ നമ്മൾ പിന്നെ വിശന്നപ്പോൾ പിന്നെ 2:30-3 മണിയായി കേട്ടോ. ഫുഡ് 2:45 കഴിക്കണ്. നമ്മൾ പിന്നെ ഇതൊക്കെ കുറേ കണ്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു കിണറൊക്കെ ഉണ്ട് കേട്ടോ. അവിടുന്ന് വെള്ളമൊക്കെ നല്ല പുണ്യമുള്ള വെള്ളമാണെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അങ്ങനെ കുടിക്കുക, രോഗശിഫയാക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ വിശ്വാസങ്ങൾ. അങ്ങനെ അതാണ് കേട്ടോ പാറപ്പള്ളി എന്ന് പറയുന്ന പള്ളിയാണ് കേട്ടോ അത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരുക കേട്ടോ. ഒരുപാട് നേരം കാര്യം ഫുഡൊന്നും കഴിച്ചില്ല, നല്ല വിശക്കുണ്ട്. 2 മണി 2:45 സമയം. നല്ല ഫുഡൊക്കെ വിശന്നിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ചായയും ഇതൊക്കെ കുടിച്ചിരുന്നു കേട്ടോ. എന്നാലും ഫുഡിൻ്റെ സമയമാകുമ്പോൾ വേറെ വിശപ്പാണല്ലോ. അങ്ങനെ പിന്നെ കാൽപ്പാതൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ, അതൊക്കെ കണ്ട് നല്ല വ്യൂ ആയിട്ട് അടിപൊളി സ്ഥലമാണ് കേട്ടോ. സ്ഥലം എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല മക്കളെ. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ കാണാത്തവരൊക്കെ പോയി കാണുക കേട്ടോ. അതായത് അവിടെ സ്റ്റേജൊക്കെയാണ് തോന്നുന്നത്. കാരണം എന്തെങ്കിലും പരിപാടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴായിരിക്കും. പാറനോട് കണ്ണും കയ്യും കാണാൻ വയ്യ എന്ന് പറയില്ല. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവിടുന്ന് നമ്മൾ കൊയിലാണ്ടി നമ്മൾ വണ്ടി ഓട്ടോ വിളിച്ചാണ്ട് റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടോ. പിന്നെ എന്നിട്ട് അവിടുന്ന് നമ്മൾ കോഴിക്കോട് കാണട്ടെ ട്രെയിൻ 3:30 ആകുമ്പോൾ ഇവിടെ എത്തിയ ട്രെയിന് നമുക്ക് കിട്ടുന്ന 4:30 ടൈം പറഞ്ഞതെങ്കിലും വരുന്നത് 5 മണി കഴിഞ്ഞിരിക്കണം കേട്ടോ. അതുവരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഈ കുത്തിയിരുന്ന്. പക്ഷെ മക്കളൊക്കെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ പോയി കുറേ
ട്രെയിനൊക്കെ വരുന്നത് നോക്കി ഇങ്ങനെ കുത്തിയിരുന്നു കേട്ടോ. ബോറിങ്ങും കാര്യങ്ങളും ഇല്ല കേട്ടോ. അത് തരും എന്താ പറയുക, അടിപൊളിയാണ് കേട്ടോ വ്യൂ. അതേപോലെ തിരക്കൊന്നുമില്ല, സൺഡേ ആയതുകൊണ്ട് തിരക്കൊന്നുമില്ല. പിന്നെ ഇപ്പോൾ എന്താ അറിയില്ല. പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അതിനെക്കൊണ്ട് തന്നെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. പിന്നെ വന്ദേ ഭാരത് ആണ് പോണേ. എന്താണ് സ്പീഡ്! ഞാൻ വന്ദേ ഭാരത് ഇത് കയറിയിട്ടില്ല, അതാ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത്. എന്താ സ്പീഡ്! കണ്ണ് തുറക്കണതിന് മുന്നേ എത്തിയെന്ന് അറിയില്ലേ. അതാണ് കേട്ടോ. ഇതാ അവിടെ കുറേ ബോഗിയുണ്ട് കേട്ടോ. എന്തോ ചരക്കിൻ്റെ എന്തൊക്കെ ഇതൊക്കെയാണ് കൊണ്ടുവന്ന് വെച്ച്. പിന്നെ ട്രെയിൻ എന്താ പറയുക കണക്ട് ചെയ്യുന്നതൊക്കെ ഉണ്ട് കേട്ടോ. വീഡിയോ ഒക്കെ ഞാൻ എടുത്തിക്കണേ, ഇതിൽ കാണട്ടെ അതിൻ്റെ ക്ലിപ്പുകളൊക്കെ. 2 ബോഗികൾ ഒന്നാക്കുന്നത് ആ വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ നിങ്ങളൊക്കെ അത് മിസ് ചെയ്യാതെ കാണുക കേട്ടോ. അങ്ങനെ വൃത്തിൻ്റെ കാര്യത്തിൽ എടുത്ത് പറഞ്ഞു കേന്ദ്ര ഗവൺമെൻറ്. എൻ്റെ അഭിപ്രായത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ അടിച്ചു വരുന്ന ആൾക്കാർ അങ്ങനെ തൂത്തുവാരുണ്ട് കേട്ടോ. എന്തായിരുന്നു നല്ല വൃത്തിയാണ്. ഒരു മിഠായി കവർ പോലും ഇല്ല കേട്ടോ അതിൻ്റെ ഈ റെയിൽവേ സ്റ്റേഷനിൽ. അത്രയ്ക്ക് വൃത്തി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെന്താ പറയുക, അങ്ങനത്തെ ഒരുപാട് ട്രെയിനുകൾ ഇങ്ങനെ ഇതൊക്കെ ഒന്ന് ചിരക്കിന്. ഇതും വേറൊന്നും ആയിട്ട് നേരത്തെ കണ്ട അതും കൂടിയാണ് കേട്ടോ കണക്റ്റ് ആക്കിയത്, കൂട്ടിയത് ചെങ്ങലനോട് പിന്നെ ഒന്നാക്കിയത് ആക്കിയിട്ടുണ്ടല്ലേ. ഇതാണ് കേട്ടോ. ഇത് രണ്ടും കൂടി ഇങ്ങനെ ഇതാക്കി. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ഇങ്ങനെ കാണുന്നത്. ഇങ്ങനെ നോക്കി പിന്നെ അങ്ങനെ വിസിലടിച്ചിട്ട് ഇങ്ങനെ ഒന്നിപ്പിക്കണേ. പിന്നെ അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. ഇതിങ്ങനെ വന്നപ്പോൾ കുറേ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അത് അപ്പുറത്തുണ്ടല്ലേ ട്രാക്ക് ഇനി വരുന്നുണ്ട് കേട്ടോ. എനിക്കൊന്നും ചരക്കിൻ്റെ തോന്നുന്നുണ്ട്. അവിടെ അങ്ങനെ പണി നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്താണല്ലേ മനുഷ്യന്മാരൊക്കെ എല്ലാം എന്താ പറയുക, എല്ലാം മേഖലകളും ആൾക്കാർ ഇത് കണ്ടെത്തിയിട്ട് കഴിവുകൾ. എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നാണല്ലേ റെയിൽ പാളം എന്ന് പറയുന്നത്. ട്രെയിനൊക്കെ കൊണ്ടുപോയപ്പോഴും പാളം ഇവിടെ ബാക്കി വെച്ച് പോയി എന്നല്ലേ നമ്മളൊക്കെ പഠിച്ചിരുന്നത്. അതുകൊണ്ടൊക്കെ എന്നൊക്കെ ട്രെയിനൊക്കെ ആയി. എന്നാലും നമ്മൾക്ക് ഇന്ത്യക്കാരല്ലേ, കണ്ടുപിടിക്കാതെ വെക്കില്ല. നമ്മളൊക്കെ അത്ര ബുദ്ധി ആയിരിക്കാലേ ഉള്ളത്. ഏതായാലും ഇത് കണ്ടില്ലേ എങ്ങനെ വന്നിട്ട് അങ്ങനെ അവിടെ കൂട്ടി യോജിപ്പിച്ച് ചങ്ങലമേൽ അങ്ങനെ ഇതുപോലെ അവിടെ മുട്ടിട്ടോ. അതാണ് അത് കാണാൻ എത്രയും ആൾക്കാരോ. ഞാൻ മുന്നേ പോയിരുന്നു, ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഞാൻ ഏതായാലും മുന്നേ പോയിരുന്നതൊക്കെ ഒന്ന് കണ്ട്. അല്ല നല്ല രസമായിട്ട് കാണാൻ. അല്ല ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം കാണുന്നവർക്കൊക്കെയാണ് ഇതൊരു പുതുമ. പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു പുതുമ. അങ്ങനെ ഇതാ ട്രെയിനൊക്കെ കഴിഞ്ഞ് നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തിട്ടോ. പിന്നെ എന്താ പറയുക, അവിടെ നിന്നാണ് കേട്ടോ. ഇവിടെ നല്ല തിരക്കുണ്ട്. കൊയിലാണ്ടിയിൽ അത്ര തിരക്കില്ല, പക്ഷേ കോഴിക്കോട് എത്തിയപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ. പിന്നെ ആളുകൾ ഒരുപാടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പോരാനും. പിന്നെ സൺഡേ കൂടിയല്ലേ, അപ്പോൾ പിന്നെ നോക്കും വേണ്ടല്ലോ തിരക്കും കാര്യങ്ങളൊന്നും. അങ്ങനെ ഇതാ എന്താ പറയുക, ഞങ്ങൾ പിന്നെ ഇവിടെ നിന്നാണ് പിന്നെ ചായയൊക്കെ കുടിച്ച്, വൈകുന്നേരം ചായയൊക്കെ കുടിച്ച് കടിയൊക്കെ വാങ്ങിച്ച് അങ്ങനെ പിന്നെ നമ്മൾ അടുത്ത മിഠായി തെരുവിലേക്ക് ഇരുന്നിട്ട് പോയിരുന്നത്. പിന്നെ അവിടുന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ വീട്ടിലേക്ക്. ഏതായാലും രാത്രി എത്തപ്പോൾ ഒരു 9 മണി കഴിഞ്ഞപ്പോൾ ഓക്കെ.